കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മിൽ പ്രസാദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ദൈവം നമ്മിൽ പ്രസാദിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വിശ്വാസം എന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് എബ്രായ ലേഖനകാരൻ വിളിച്ചു പറഞ്ഞത്, വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവമുഖാന്തരം പ്രസാദിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മിലൂടെ ദൈവം പ്രസാദിക്കണം. ഹല്ലേലൂയ. എന്നാൽ അത് വിശ്വാസം കൂടെ തന്നെയാണ്. അപ്പോൾ എവിടെ നിന്നാണ് വിശ്വാസം നമുക്ക് വരേണ്ടത്? അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലാണ് നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദമാകുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വാക്യം തന്നെയാണ് റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നത്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു എന്നല്ല, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനമാണ് ഹല്ലേലൂയ നിങ്ങളിൽ വിശ്വാസം കൊണ്ടുവരുന്നത്. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ്റെ പിതാവ് നൽകപ്പെട്ടിരിക്കുന്ന വചനം. ഹല്ലേലൂയ. അത് പുത്രനിലൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് ഹല്ലേലൂയ നമ്മളിൽ ഒരു ദൈവിക വിശ്വാസം ഹല്ലേലൂയ ജനിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വചനത്തിലല്ല ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വാസം വരുന്നത്? ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്, ക്രിസ്തുവിൻ്റെ വാക്കിലാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹം അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ പ്രവാചകന്മാർ മുഖാന്തരം നമ്മൾ നോക്കുമ്പോൾ, ശിഷ്യന്മാർ മുഖാന്തരം നമ്മൾ നോക്കുമ്പോൾ ഒക്കെയും ഹല്ലേലൂയ എവിടേക്കോ ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എവിടേക്കോ ദൈവത്തോട് നമുക്ക് പലപ്പോഴും ഹല്ലേലൂയ ഭയവും ആകുലതയും സംശയവും ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ ആ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ അത് കേൾവിയായി മാറുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം നിറയുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിലൂടെയാണ് വാസ്തവത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം തെളിഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനം, അതായത് ക്രിസ്തുവിൻ്റെ വചനം നാം കേൾക്കുകയും ഹല്ലേലൂയ ആ ദൈവ സ്നേഹം അടങ്ങിയിരിക്കുന്ന പുത്രന്റെ നാവിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ ആ വചനം കേൾക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം ജനിച്ചു വരുന്നത്. ഹല്ലേലൂയ. ദൈവസ്നേഹം ഉടലെടുക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിന്ന് മാത്രമാണ് ഹല്ലേലൂയ ദൈവിക വിശ്വാസം ഹല്ലേലൂയ നമ്മിൽ ഉണ്ടാകുന്നത്. ഈ വിശ്വാസമാണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കാരണമായി മാറുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ ഈ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറുന്നുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ഗലാത്യ ലേഖനം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് റോമലേഖനത്തിനകത്ത് വളരെ സുപരിചിതമായ വാക്യമാണ്, വിശ്വാസം കേൾവിയാലാ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഹല്ലേലൂയ വിശ്വാസം സ്നേഹത്തിൽ നിന്ന് വ്യാപരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവ സ്നേഹം നമ്മിൽ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ആ സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസം വ്യാപരിച്ചു വരേണ്ടത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നിന്നാണ് ഹല്ലേലൂയ വിശ്വാസം വ്യാപരിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് നിറയേണ്ടത്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. എന്ത് സംസാരിക്കാൻ പറ്റും? വിശ്വാസത്തിന്റെ വാക്കുകൾ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റും.
ഹല്ലേലൂയ. ഈ മെസ്സേജ് ഒക്കെ ഹല്ലേലൂയ നിങ്ങൾ നിരന്തരമായിട്ട് അത് കേൾക്കുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഹല്ലേലൂയ. അനേക ദൈവമക്കൾക്ക് ഹല്ലേലൂയ നിങ്ങൾ ഈ വചനം ഹല്ലേലൂയ ഈ മെസ്സേജ് നിങ്ങൾ പലർക്കും അത് ഷെയർ ചെയ്ത് ഹല്ലേലൂയ കൊടുക്കുക. ഹല്ലേലൂയ. ഇത് വലിയൊരു മറുപടിയാക്കി ഹല്ലേലൂയ ദൈവം അത് തീർക്കും. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ അത് തെളിയിക്കുവാൻ സമർത്ഥനാണ്, ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകട്ടെ എന്ന് ഹല്ലേലൂയ ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.